ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കല്യാണം കഴിയുന്നതിന് മുമ്പ് ചേച്ചിയുടെ ഫേസ് എങ്ങനെയായിരുന്നു, അത് പഴയ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ വല്ല ഡിഫറൻസും വന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊരു കണ്ടന്റ് ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നും വിചാരിക്കരുത്, എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. എത്ര പേർക്ക് ഇത്രയധികം ചേഞ്ച് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചേഞ്ച് വന്നവരോ അതല്ലാത്തവരോ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എസ് ഓർ നോ എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഒന്ന് ഇടണേ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോ എന്റെ കല്യാണം 18 വയസ്സിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാന്. അപ്പോ 2010 കല്യാണം കഴിയുന്നത്. മൈൻഡിൽ എന്തൊക്കെയാ ഓടി വരണേ. ഓക്കെ, 2010 കല്യാണം കഴിയുന്നത്. ഓക്കെ, അപ്പോ 2010 പറയുമ്പോ ഇതിപ്പോ 2025 ഇനിയിപ്പോ ഫെബ്രുവരി 7 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 16 വർഷം ആവുന്നു. ഓക്കെ, അപ്പോ നമ്മൾക്ക് എന്റെ ഫോട്ടോ ഒത്തിരി പേര് ഡിഫറൻസ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുള്ള ഒരു ഫോട്ടോസ് ആണ്. ഞാൻ ഒരുപാട് തപ്പിപ്പിടിച്ച് ഞാനിത് എനിക്ക് തോന്നുന്നു ഒരു 14 വർഷങ്ങൾക്ക് ശേഷം, 15 വർഷങ്ങൾക്ക് ശേഷം ഞാനിത് നമ്മളുടെ ആ എടുത്ത സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഒരു ഏകദേശം എനിക്കൊരു ഒരു ഏകദേശം ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. മീൻസ് ഫെബ്രുവരി 14 പെണ്ണാണം വന്നു. 25th ഇതിന്റെ ഉള്ളിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നു എന്നുള്ള എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അന്ന് ഗൾഫിലായിരുന്നു. പാസ്പോർട്ട് എല്ലാം ഞാൻ ആളെ കൊണ്ട് പഴയ പാസ്പോർട്ട് എല്ലാം എടുപ്പിച്ച് അതിന്റെ ഏകദേശം ഒരു ഡേറ്റ് ഒക്കെ നോക്കി ആ ഒരു ഡേറ്റിൽ ഞാൻ പോയി എടുത്ത് ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഭയങ്കര ഒരു മെമ്മറി ആണല്ലോ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾക്ക് ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് അല്ലേ കല്യാണം കഴിഞ്ഞ മുമ്പിട്ടുള്ള നമ്മളുടെ ആ ഒരു കോൺവെർസേഷൻ, നമ്മളുടെ ആ ഒരു ലവ്, നമ്മളുടെ ഈ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഭയങ്കര ഒരു മെമ്മറിയാണ്. നമ്മളുടെ മരണം വരെ അതൊന്നും ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഫോട്ടോസ് ഒന്ന് കണ്ടാലോ. ഓക്കെ, ഇതാണ് ഫോട്ടോസ്. എത്രത്തോളം ഈ വീഡിയോയിൽ എനിക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോസ്. അപ്പം ഞാനിവിടെ ബിഫോർ മാരേജ് 20/2/2009. ഓക്കെ, 2010 കല്യാണം കഴിയാണേ. അപ്പോൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കണേ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ബിഫോർ മാരേജ് 2009. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിഫറൻസ് ആണ്. ഞാൻ ഇതിന്റെ കവർ ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം നമ്മൾ പുതിയ വീട് വെക്കുന്ന ടൈമിൽ അവിടെ എല്ലാം ഫോട്ടോസ് ഒക്കെ കുറച്ച് വേണമല്ലോ. അപ്പൊ ഞാൻ അതെല്ലാം കവറെല്ലാം കളഞ്ഞിട്ട് ഞാനത് ഹാങ് ചെയ്ത് വെക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഇതില് എനിക്ക് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഏട്ടന് വലിയ കാര്യത്തിലുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഏട്ടൻ ഇത്ര തടി വെച്ചു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഡിഫറൻസ് ഒന്നും ഏട്ടന് വന്നിട്ടില്ല. പെണ്ണുകാണാൻ കഴിയുമ്പോഴുള്ള ഷർട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി പോയി. ഈ ഷർട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ചുരിദാർ ഓർമ്മയുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എടുത്ത ഫോട്ടോയാണത്. അപ്പോൾ ഞാനിത് തപ്പിപ്പിടിച്ച ആ ഒരു ഡേറ്റ് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ളവരൊക്കെ ആകെപ്പാട് അവരെ ആകെ ഞെട്ടിപ്പോയി. ഇത്രയും വർഷം 14-15 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇതുപോലെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് ഒക്കെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ കുറച്ച് ഇതാണ്. ഫസ്റ്റ് എനിക്ക് ഫെബ്രുവരി, നമുക്കൊരു ഏകദേശം ഫെബ്രുവരിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് എന്താ പറയുക തെരഞ്ഞെടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഏകദേശം ഒരു ഇത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പോയി ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ ഞാൻ അതെല്ലാം കണ്ടുപിടിച്ചു. അതായത് എനിക്കൊരു അന്ന് ഏട്ടൻ ഫ്രൈഡേ ആയിരുന്നു, ഏട്ടൻ ലീവായിരുന്നു. ഏട്ടനെ വിളിച്ച് പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പോയതിന്റെ തലേന്നാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കണേ. ഓക്കെ, ഇത് വീഡിയോ കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയും. കുഴപ്പമില്ല, ഓൾറെഡി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 15 ഫെബ്രുവരി 7 വന്നിട്ടുണ്ടെങ്കിൽ 16 വർഷമായി. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫോട്ടോയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറച്ച് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ തരുന്നത്. എനിക്ക് എത്രമാത്രം ഇതിൽ എനിക്ക് ഇതാവണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാണുന്നുണ്ടോ എന്താന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇതാണ്
ഞങ്ങളുടെ ഫോട്ടോസ്. അപ്പോ ഇത്രയധികം ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഫേസിലൊക്കെ നല്ലോണം ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോ കുഴപ്പമില്ല, ഇതൊക്കെ ഒരു കാണുമ്പോ നമുക്കൊരു സുഖം. ഓക്കെ, അപ്പൊ എത്ര പേര് ഇങ്ങനെ ഒരു ഫോട്ടോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബിഫോർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞതും കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആൽബം ഒക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തുള്ളവർക്കൊന്നും അത് വലിയ ഇതുണ്ടാവില്ല. പക്ഷെ അന്നത്തെ ടൈമിൽ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഒക്കെ മിസ്സിങ് ആണ്. ഫോണിലൊക്കെയാണ് അന്ന് എടുത്തിരിക്കുന്നത്. ആൽബമായിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഫോട്ടോസ് ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പണി ഞാൻ രണ്ടുപേരും ഒപ്പിച്ചത് കൊണ്ട് എനിക്കതൊരു എന്താ പറയാ, ആ ഒരു മിസ്സിംഗ് ഇല്ല. എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല, ആൽബം ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിലും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ ഇതിലാണ് കൊടുത്തിരിക്കണേ. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ മുമ്പിട്ട് എന്താ പറയാ, കല്യാണം കഴിഞ്ഞ മുമ്പിട്ട് ഓൾറെഡി ഞങ്ങൾ തന്നെ ഫിക്സ് ചെയ്തു, ഓക്കെ ഈ മാരേജ് ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ എന്നുള്ളത് ഞങ്ങൾ ഫിക്സ് ചെയ്തു. അപ്പൊ ഞങ്ങളത് രണ്ടുപേരും ഒപ്പിച്ചിട്ടുള്ള ഒരു പണിയായിരുന്നു ഇത്. അപ്പൊ ഈശ്വര, അതൊരു വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ഓപ്പണായി പറയുന്നത്, ഇനി ഓപ്പണായി പറഞ്ഞ എന്താ കുഴപ്പം, കല്യാണം കഴിഞ്ഞ് 16 വർഷമായി, 2 കുട്ടികളുമായി, ഇനിയിപ്പോ പറയാനുകൊണ്ട് വിഷയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എത്ര പേര് ഇപ്പത്തുള്ളവർക്കൊന്നും അറിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞ ആ 2009, അത് 2009 2010 കല്യാണം കഴിഞ്ഞവർക്ക് ഓൾമോസ്റ്റ് ഈ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളിത് എടുത്തു. ഇത് ഏറ്റവും വലിയ എന്താ പറയാ, മനസ്സില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്കത് പറയാനൊക്കെ കുറച്ചൊരു ചമ്മല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. നമ്മളെ പെണ്ണ് കാണാൻ വന്നത്, നമ്മളുടെ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ലൈഫിൽ നമ്മൾ മറക്കൂല. എന്തോ ഇതുവരേക്ക് എത്തി. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ. എത്ര പേർക്ക് ഇതുപോലുള്ളൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ കല്യാണത്തിന്, അതായത് മീൻസ് എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ഒന്നും കയ്യിലില്ല, അങ്ങനെ എത്ര പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്രയും വർഷങ്ങൾ, അതിന് മുമ്പുള്ള ഫോട്ടോസ് ഒക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങളുടെ ഈ ഫോട്ടോ ഞാൻ തപ്പി പിടിച്ചെടുക്കണേ, തിരഞ്ഞു പിടിച്ചെടുക്കണേ. അപ്പൊ അങ്ങനെ എത്ര പേര് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെ പദം നിങ്ങൾ ആരെങ്കിലൊക്കെ ഒരാൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ, ഇപ്പൊ ഉണ്ട് ഇല്ലേ, നമ്മളെ പോലെ ഉണ്ട് എന്നുള്ള തോട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ എത്ര പേര് ഈ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കൂടെ ഒന്നും മെസ്സേജ് ഇടണേ. അതായത് വീട്ടുകാരൊന്നും കാണാതെയുള്ള ഈ ഒരു ഒപ്പിക്കലുണ്ടല്ലോ, അത് എത്ര പേര് ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളവരൊന്നും താഴെ ഒന്ന് മെസ്സേജ് ഇടണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ബൈ.